ധ്യാനം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന ഒന്നു തന്നെയാണ് ധ്യാനം. എന്നാൽ അക്കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു സ്വാഭാവിക ധ്യാനമല്ല, വ്യക്തമായ രാഷ്ട്രീയ ധ്യാനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള BJPയുടെ വ്യക്തമായ തന്ത്രത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ നടത്തുന്ന ധ്യാനമാണത്. 7ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപാണ് 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ധ്യാനം എന്നത് പ്രതിപക്ഷം പരാതിയായി ഉയർത്തിയിരുന്നു. സർക്കാരിന്റെ സർവ്വസന്നാഹങ്ങളെയും ഉപയോഗിച്ചാണ് ധ്യാനമെന്നിരിക്കെ പ്രതിപക്ഷം ഉയർത്തിയ ഇക്കാര്യം വസ്തുതയാണ് താനും. എന്നാൽ ഈ പരാതി കണക്കിലെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നതാണ് വിചിത്രം. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്ത് ജൂൺ 1 വരെയാണ് മോദി ധ്യാന നിമഗ്നനാകുക. പ്രധാനമന്ത്രിയുടെ ധ്യാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമായി കണ്ടുകൂടെ, വിമർശനമെന്തിന് എന്നാണ് ചിലർ ഉയർത്തുന്ന ചോദ്യം. എന്നാൽ നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഈ ചോദ്യം അങ്ങനെയല്ല എന്ന് മാത്രമല്ല, വസ്തുതാ വിരുദ്ധം കൂടിയാണ്. സർക്കാരിൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തി പൊതുഖജനാവിൽ നിന്നും പണം മുടക്കിയുള്ള ഒന്നാണിത്. അതും പ്രതിപക്ഷം ഉയർത്തിയ പോലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു തന്ത്രം. നാവികസേനയുടെ ബോട്ട്, ഹെലികോപ്റ്റർ, ആ സേനയുടെ ഉദ്യോഗസ്ഥർ, 8 ജില്ലാ പോലീസ് മേധാവിമാരടക്കം 2000-ലധികം പോലീസുകാർ എന്നിങ്ങനെ മുഴുവൻ ചെലവും മുടങ്ങുക അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല, പൊതുഖജനാവിൽ നിന്നാണ്. പുറമെ ചെറുകിട മത്സ്യത്തൊഴിലാളികളെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കിയുള്ളതാണ് ഈ ധ്യാനം. വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും 5 കിലോമീറ്റർ പരിധിയിൽ കടലിൽ സുരക്ഷ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്ക് അദ്ദേഹം അവിടെയുള്ള 3 ദിവസത്തേക്കാണ്. ഇതോടെ അനേകം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഈ പ്രദേശങ്ങളിൽ മെയ് 16 മുതൽ 10 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ മോദി എത്തിയതോടെ 3 ദിവസം കൂടെ ഈ വിലക്ക് നീട്ടി. ഇത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇതൊന്നും വാർത്തയാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല എന്നതാണ് കൗതുകം. മുഖ്യമന്ത്രിയും കുടുംബവും അടുത്തിടെ വിദേശയാത്ര പോയപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്. അദ്ദേഹം സ്വന്തം കയ്യിലുള്ള പണം മുടക്കി യാത്ര പോയതിനാണ് പർവ്വതീകരിച്ച് വലിയ പാതകമായി കൊട്ടിഘോഷിച്ചത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളും ഖജനാവിലെ പണവും മുടക്കിയുള്ള മോദിയുടെ ധ്യാനത്തിന് വൻ പിന്തുണയാണ് മാധ്യമങ്ങൾ നൽകുന്നത്. രാജ്യത്തെ പ്രമുഖ വാർത്താ ഏജൻസി പുറത്തുവിട്ട ധ്യാന വീഡിയോ വിചിത്രമാണ്. 28 സെക്കൻഡുള്ള വീഡിയോയ്ക്ക് 9 ക്യാമറ ആംഗിളുകൾ. ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് കാഷായ വസ്ത്രമണിഞ്ഞ് കയ്യിൽ ജപമാലയും പിടിച്ച് വോട്ട് പിടിക്കാൻ മോദി എത്ര ഗാഢമായ ധ്യാനത്തിലിരുന്നാലും അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന, വേട്ടയാടുന്ന ഒരു കാര്യമുണ്ട് എന്നത് വസ്തുതയാണ്. NDA കേവല ഭൂരിപക്ഷം പോലും നേടില്ലെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും വിലയിരുത്തലുകൾ തന്നെയാണത്. എന്തായാലും അദ്ദേഹം സ്ഥിരമായി ധ്യാനമിരിക്കേണ്ടി വരുമോ എന്ന് ജൂൺ 4-ന് ഫലം വന്ന ശേഷം കണ്ടറിയാം.